യേശുവിൻ തിരുബലിയിൽ, സ്നേഹത്തിൻ തിരുബലിയിൽ ആശയാർന്നണയുന്നു, സ്നേഹമാർന്നണയുന്നു. യേശുവിൻ തിരുബലിയിൽ, സ്നേഹത്തിൻ തിരുബലിയിൽ ആശയാർന്നണയുന്നു, സ്നേഹമാർന്നണയുന്നു. ഹൃദയം നിർമ്മലമാക്കാം, മനസ്സും വെണ്മയതാക്കാം, പാപക്കറകൾ കഴുകാം, അനുതാപത്തിൽ മുഴുകാം. ഹൃദയം നിർമ്മലമാക്കാം, മനസ്സും വെണ്മയതാക്കാം, പാപക്കറകൾ കഴുകാം, അനുതാപത്തിൽ മുഴുകാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ദിവ്യാഗം അർപ്പിക്കുന്നത് നമ്മൾ വേർപിരിഞ്ഞു പോയ ജോസഫ് അഗസ്റ്റിൻ, ബൗസി രാജപ്പൻ, സെലിൻ ബൗസി ലോറൻസ്, ലോനൻ ആന്റണി, മറിയാമ്മ ജോസഫ് എന്നിവർക്ക് വേണ്ടിയാണ്. കഥാവായ ദൈവമേ സഹോദരരോട് കാരുണ്യം കാണിക്കുകയും അവരുടെ ആത്മാക്കളെ സ്വർഗരാജ്യ സൗഭാഗ്യത്തിന് സമ്പൂർണ്ണ ഫലങ്ങളിലേക്ക് സ്വീകരിക്കുവാനും വേണ്ടി നമുക്ക് ഈ ബലിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ സഭയുടെ മാതാവായ പരിശുദ്ധ അമ്മയെ, ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയത്തിൻ്റെ 2 അപദാനങ്ങളെ വാഴ്ത്തുകയാണ്. നമുക്കറിയാം, ശിരസായ ഈശോയുടെ മൗതിക ശരീരമായ സഭയുടെ അമ്മയായാണ് പരിശുദ്ധ അമ്മയെ ആദ്യകാലം മുതൽ തന്നെ കാണുന്നത്. ശിരസായ ഈശോയുടെ അമ്മയാവുക കൊണ്ട് തന്നെ ഈശോയുടെ മൗതിക ശരീരത്തിൻ്റെ അമ്മയായി കുരിശിൻ ചുവട്ടിൽ വെച്ച് സവിശേഷമായി ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് മാനവരാശിയുടെ പ്രതീകമായി നിൽക്കുന്ന യോഹന്നാന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ നമ്മളുടെയും അമ്മയായി. നമുക്കൊരു സ്വർഗീയ അമ്മയുടെ കുറവുണ്ടെന്ന് കാണുന്ന ഈശോ നമുക്ക് എല്ലാത്തിനും പോകുന്ന ഒരമ്മയെ തന്നു എന്നുള്ളത് ആനന്ദദായകമാണ്. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ എന്ന പ്രാർത്ഥന പിയൂസ് അഞ്ചാമൻ പാപ്പയാണ് ലുത്തീനിയയോട് കൂട്ടിച്ചേർത്തത്. യുദ്ധങ്ങളിൽ നിന്ന്, എത്രയോ യുദ്ധങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും അമ്മയുടെ മാധ്യസ്ഥം ജനത്തിന് സഹായമായപ്പോഴാണ് അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ നടന്നത്. അത് ക്രിസ്ത്യാനിയുടെ സഹായമായ അമ്മ എന്ന ആ ചിന്ത തീർച്ചയായിട്ടും പയസ് പാപ്പയുടെ കാലത്ത് നെപ്പോളിയൻ അദ്ദേഹത്തെ തടവിലാക്കി. അതിനുശേഷം അദ്ദേഹം വിമോചിക്കപ്പെടുകയും നെപ്പോളിയൻ പരാജയപ്പെടുകയും ചെയ്തപ്പോൾ അമ്മയുടെ സഹായം ശരിക്കും അനുഭവിച്ച പാപ്പ അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ സഭാചരിത്രത്തിൽ മനസ്സിലാക്കുന്നു. ഈ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഇവിടെ അൾത്താരയിലുണ്ട്. ഓരോ ബലിയിലും അമ്മയുടെ സാന്നിധ്യം അറിയിക്കുന്നു. കാരണം കാൽവരിയുടെ ചുവട്ടിൽ അമ്മയുണ്ട്. ആ അമ്മയുടെ കൂടെ ഈ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒപ്പം അനേകം വിശുദ്ധരും മാലാഖമാരും എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ പുണ്യവേദിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച്, നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച്, നിരവധിയായ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ
കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി ലോകത്തെ ആനന്ദിപ്പിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അവിടുത്തെ മാതാവായ കന്യകാമറിയം വഴി നിത്യജീവൻ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പരിശുദ്ധ കന്യകാമറിയം. ഒന്നാം വായന. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അക്കാലത്ത് ദൈവം ആദത്തെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങെനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ജനം ദൈവത്തിൻ്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ
അനുസരണത്താൽ അനേകർ നീതിയുള്ളവരായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടി, അങ്ങേ ആത്മാവോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലൗഫാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ശെൽവാൻസ്നമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത്ര ആഴമുള്ള ഒരു സുവിശേഷ ഭാഗമാണ്. എത്രയോ മനോഹരമായ വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഇതിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് നമുക്കൊരു അമ്മയെ നൽകപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഈശോ തൻ്റെ അമ്മയെ നമുക്ക് തരികയാണ്. അന്ത്യശ്വാസം എടുക്കാൻ കഷ്ടപ്പെടുമ്പോൾ ഈശോ ചെയ്ത കാര്യമാണ് അമ്മയെ തരിക എന്നുള്ളത്. അപ്പോൾ എത്രയോ ഒരു വിലപ്പെട്ട സമ്മാനമാണ് അമ്മയെന്ന് നമുക്ക് ഓർക്കാം. ഈ അമ്മയെ യോഹന്നാൻ ശ്ലീഹ സ്വീകരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് യോഹന്നാനെ നമ്മൾ കാണുന്നത് ദൈവാത്മാവിൻ്റെ അത്യുജ്വലമായ അഭിഷേകത്താൽ നിറഞ്ഞു കവിയുന്ന, വെളിപാടുകളുടെ ആധിക്യം കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു മനുഷ്യനായിട്ടാണ്. ഈശോ എന്ന് പറയുമ്പോൾ ഈശോ സ്നേഹത്താൽ കരഞ്ഞു പോകുന്ന യോഹന്നാനെയാണ്. അപ്പോൾ അത്രയേറെ ഈശോ സ്നേഹത്താൽ ജ്വലിക്കാൻ യോഹന്നാൻ ഇടയായി. അമ്മയെ സ്വീകരിക്കുന്ന ഓരോ മക്കൾക്കും ഈ അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായമായ, സഭയുടെ സ്വന്തമായ ഈ അമ്മ നമ്മുടെ വ്യക്തിഗതമായ അനുഭവമായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അമ്മയോട് ചേർന്ന് ഈശോയുടെ അടുക്കിലേക്ക് നമുക്ക് അടുത്ത് നടന്നുകൊണ്ടേയിരിക്കാം. നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം ഈ ആൾത്താരയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഇടവകയെ മുഴുവനും സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്ന, പ്രത്യേകിച്ച് കോവിഡ് രോഗബാധിതരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകം മക്കൾ ചികിത്സ പോലും കിട്ടാതെ നമ്മുടെ നാട്ടിൽ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്നുവെന്ന് നമ്മൾ അറിയണം. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളിൽ വലയുന്ന അനേകം മക്കളെ നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ വാത്സല്യവും കാരുണ്യവും നമുക്കും അവർക്കും അനുഭവവേദ്യമാകട്ടെ. നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം ഈ അൾത്താരയിൽ ഇപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ അമ്മയും അവിടുത്തെ അമ്മയുമായ സഭയുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അർപ്പണം അർപ്പണം ആത്മാർപ്പണം യേശുവേ നിൻ മുൻപിൽ ഹൃദയാർപ്പണം അർപ്പണം അർപ്പണം ആത്മാർപ്പണം.
ആബേലിൻ നിർമ്മലമാർപ്പണം പോലെ അബ്രാഹമന്നു ചെയ്തോരർപ്പണം പോലെ ആബേലിൻ നിർമ്മലമാർപ്പണം പോലെ അബ്രാഹമന്നു ചെയ്തോരർപ്പണം പോലെ മറിയത്തിൻ ശ്രേഷ്ഠമാമർപ്പണം പോലെ ഞാനും എന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നു. മറിയത്തിൻ ശ്രേഷ്ഠമാമർപ്പണം പോലെ ഞാനും എന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നു. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ ദിവ്യമാതാവായ മറിയത്തിന്റെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് അർപ്പിക്കുന്ന അങ്ങേ വിശ്വാസികളെ പ്രാർത്ഥനകളും കാഴ്ചദ്രവ്യങ്ങളും തൃക്കൺ പാർക്കണമേ. അങ്ങനെ ഇവ അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കുകയും ഞങ്ങളിൽ പാപമോചനവും സഹായവും ചൊല്ലുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സകല വിശുദ്ധരുടെയും സ്തുതിപ്പിൽ പങ്കുചേർന്ന വിസ്മയാവഹനായ അങ്ങയെ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിന്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മകിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന്
ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാൻ. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും
പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവേ, ഈ ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്ന അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാത്ത എല്ലാ മക്കളിലേക്കും ഇപ്പോൾ തന്നെ ആത്മീയമായി അവിടുന്ന് എഴുന്നള്ളണമേ. ഞാനൊരു പൂമണ്ഡപം യേശുനാഥ നീ വാഴുവാൻ, യേശുനാഥ നീ വാഴുവാൻ ഒരുക്കി ഞാനൊരു പൂമണ്ഡപം. യേശുനാഥ നീ വാഴുവാൻ, യേശുനാഥ നീ വാഴുവാൻ ഒരുക്കി ഞാനൊരു പൂമണ്ഡപം.
നിത്യപുരോഹിതനായ ഈശോയെ, പുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെ വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കന്യകമാതാവേ, ആനന്ദിച്ചാലും എന്തെന്നാൽ ക്രിസ്തു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പെസഹ കൂദാശയാൽ നവീകൃതരായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ യേശുവിന്റെ ജീവിതം ഞങ്ങളുടെ നശ്വര ശരീരത്തിൽ പ്രതിഫലിപ്പിക്കുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മുഖ്യ ദേവദൂതനായ വിശുദ്ധ മിഖായേലേ, പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. പിശാചിന്റെ ദുഷ്ടതയിലും കെണിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കാൻ ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ, ദൈവത്തിന്റെ ശക്തിയാൽ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. ആമേൻ. എത്രയും നല്ല മാതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഓടി സഹായം അപേക്ഷിച്ചാരെയും കൈവിടപ്പെട്ടതായ മാതാവേ, വിശ്വാസത്തിൽ ധരിപ്പെട്ട് പാത്തിങ്കൽ ഞാനായിരുന്നു. പാപിയായ ഞാൻ ദയാത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച മാതാവേ, സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവറെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം.